അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഇന്ന് ഒരു കുക്കിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ റെസ്റ്റോറന്റ് സ്റ്റൈലിലൊക്കെ കിട്ടുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ ചിക്കനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ വേഗം തന്നെ വീഡിയോ കണ്ടാലോ. ഒരു അടിപൊളി ചായ ഒക്കെ കുടിച്ചിട്ട് തുടങ്ങാം. അപ്പൊ ഞാൻ ഇന്ന് ഒരു 1 kg ഫ്രോസൺ ചിക്കൻ എടുത്തിട്ടുള്ളത്. കഴുകി നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്യുന്ന വീഡിയോസും പിന്നെ എത്രത്തോളം മസാല ചേർക്കേണ്ടതും എല്ലാതും കാണിച്ചു തരാം. ഒരു മസാല തേച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് മാത്രം പൊരിക്കാൻ നോക്കുക. അപ്പൊ നല്ല ടേസ്റ്റില് നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഫ്രൈഡ് ചിക്കന്റെ റെസിപ്പി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചിക്കൻ കട്ട് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വലുതുമല്ല എന്നാൽ നന്നായിട്ട് ചെറുതുമല്ലാത്ത നല്ല പീസായ ചിക്കൻ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ നല്ല സിമ്പിളാവും. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലത്തെ പീസാക്കി കഴിഞ്ഞാൽ. ഇനി ഇതാ ഒരു ഫോക്കോ നൈഫോ വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ മസാല ഒക്കെ പിടിക്കുന്ന രൂപത്തിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം നന്നായിട്ട് ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എടുക്കണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടുള്ള ബാക്കി വരുന്ന വെള്ളങ്ങളൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചിക്കൻ ഒന്ന് മസാല തേച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചിക്കൻ വേഗം മസാല തേക്കുക. അപ്പോൾ ഒരു ബൗൾ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഫുൾ കട്ടത്തൈര് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഫുൾ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഒരു സ്ട്രോങ് ഫ്ലേവർ തരുന്ന ഹെർബാണ്. എന്തായാലും ചേർക്കാൻ നോക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ വിനേഗറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഹോം മെയ്ഡ് ആയ കാരണം നമ്മളിതിൽ ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ശരിക്കും ചേർക്കേണ്ടത്. പൗഡറാണ്. ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പൗഡറൊക്കെ ചേർക്കുമ്പോഴാണ് സ്ട്രോങ് ഫ്ലേവർ ഉണ്ടാവുക. അപ്പോൾ അതില്ലാത്ത കാരണമാണ് ജിഞ്ചർ ഗാർലിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒറിഗാനോ മിക്സ് ചെയ്യാൻ നോക്കരുത്. നല്ല സ്ട്രോങ് ഫ്ലേവർ തരും. എന്നിട്ട് ഇതാ ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ അരമണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും ബെറ്റർ എന്താന്ന് വെച്ചാല് ഒരു ഓവർനൈറ്റ് രാത്രിയൊക്കെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണതാവും നല്ലത്. അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും പുറത്ത് വെക്കണം. ഏറ്റവും ചുരുങ്ങിയതാണ് അരമണിക്കൂറെങ്കിലും മസാല തേച്ച് വെക്കണം എന്നുള്ളത്. ഇനി ചിക്കൻ നമുക്ക് പൗഡറിൽ മുക്കിയിട്ട് പൊരിക്കണം. നമ്മളെ ഫ്രൈ ചിക്കന്റെ മേലത്തെ ക്രിസ്പി ഭാഗം കണ്ടിട്ടില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ട് മൈദയിലും കോൺഫ്ലവറിലൊക്കെ ഒരു കോട്ടിങ് കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്യാന്. അപ്പൊ ഞാൻ ഇന്നിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുള്ളത് പോസ്റ്റർ ക്ലക്സിന്റെ കോൺഫ്ലവർ ആണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. UAE ബെസ്റ്റ് കോൺഫ്ലവർ ആണ് ഇത്. എന്താ പറയാ, ഒരു വട്ടം തന്നെ നമ്മൾ യൂസ് ചെയ്താൽ ഇനി നമ്മൾ വേറെ കോൺഫ്ലവർ ഒന്നും എടുക്കൂല. ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി എഫക്ട് തരുന്ന ഒരു കോൺഫ്ലവർ ആണിത്. അപ്പോൾ ഇനി ചിക്കൻ കോട്ട് ചെയ്യാനുള്ള പൗഡർ ഉണ്ടാക്കുന്നതിന് മുന്നേ ആ മാരിനേറ്റ് ചെയ്ത ചിക്കന് ആ മസാലയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ആ ബാക്കി വന്ന മസാല നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ 1 കപ്പ് മൈദയിലേക്കാണ് 2 ടേബിൾ സ്പൂൺ ഫുൾ പോസ്റ്റർ ക്ലക്സിൻ്റെ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളകും അതുപോലെ ഒറിഗാനോ ആണ്. 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ആ മസാലയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഈ മിക്സ് ചെയ്ത പൗഡേഴ്സ് ഇട്ടിട്ട് ഒരു കോഴിമുട്ട, പിന്നെ ഇതൊന്ന് ലൂസ് ബാറ്റർ ആവാനുള്ള മാത്രം പാല് ഒഴിച്ചിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ എടുക്കുക, പൗഡറിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് ആ ബാറ്ററിൽ നന്നായിട്ട് മുക്കിയിട്ട് പിന്നെയും പൗഡറിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്ത് ഇങ്ങനെ കുടഞ്ഞെടുത്താൽ നമുക്ക് ആ ഫ്രൈഡ് ചിക്കൻ്റെ മേലെ വരുന്ന ആ ക്രിസ്പി കോട്ടിങ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഫ്രൈഡ് ചിക്കൻ നമുക്ക് വീട്ടിലും കൂടി ഉണ്ടാക്കാം. ഈ ലാസ്റ്റ് മൈദയിൽ കോട്ട് ചെയ്താൽ ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. നേരെ നല്ല ചൂട് എണ്ണയൊക്കെ ഇട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരിക്കലും മൈദയിൽ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കരുത്. അപ്പം ഇട്ടിട്ട് നല്ല ചൂട് എണ്ണയിട്ട് പൊരിച്ചെടുത്താൽ ഇതുപോലത്തെ ഫ്രൈഡ് ചിക്കൻ കിട്ടും. അപ്പോൾ ഇന്ന് വീട്ടിലുണ്ടാക്കിയ KFC കഴിക്കാൻ പോകും. വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ KFC. ഇത് വീട്ടിലുണ്ടാക്കിയല്ല, ഇത് പുറത്തുനിന്ന് മേടിച്ചത്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം അതേ ടേസ്റ്റില്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പി ആയിട്ട് പിന്നെ വരാം.